ഇനി നമുക്ക് പഠിക്കുവാനുള്ളത് എന്താണ് സൂ, എന്താണ് ഫഹ്ഷാ. അപ്രകാരം അൻ തഖൂലു അലല്ലാഹി മാ ലാ തഅലമൂൻ, ഈ വിഷയങ്ങളാണ്. അതിൽ സൂ, ശൈത്താൻ കൽപ്പിക്കുന്ന ഒന്നാമത്തെ വിഷയം, തേടുന്നതും അർത്ഥമാക്കുന്നതും എന്താണ്? ഇവിടെ ബിസ്സൂഇ വൽ ഫഹ്ശാഇ എന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല സൂഇനെയും ഫഹ്ശാഇനെയും അത്ഫ് ചെയ്ത് ചേർത്താണ് പറഞ്ഞിട്ടുള്ളത്. വിശുദ്ധ ഖുർആനിൽ മറ്റൊരിടത്തും യൂസുഫ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഖിസ്സ വിശദീകരിക്കുന്നിടത്ത് കദാലിക ലിനസ്രിഫ അൻഹു സൂഅ വൽ ഫഹ്ശാഅ എന്ന് പ്രയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ സൂഇലേക്ക് ഫഹ്ശാഇനെ അത്ഫ് ചെയ്തു, ചേർത്തു. അത്ഫ് മുഗായറത്തിനെ തേടുന്നു എന്നാണ് പറയുക. എന്ന് പറഞ്ഞാൽ സൂഇൻ്റെ വിവക്ഷ അത് ഫഹ്ശാഇൻ്റെ വിവക്ഷയിൽ നിന്ന് വ്യത്യസ്തമാണ്. എന്താണ് രണ്ടും തമ്മിലുള്ള വ്യത്യാസം? അത് മനസ്സിലാക്കാൻ എന്താണ് സൂ, എന്താണ് ഫഹ്ശാ എന്നുള്ളത് രണ്ടും വേറെ വേറെ നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്. കുല്ലുമാ യഗുമ്മുൽ ഇൻസാന മിൻ ഉമൂരിദ്ദാറൈൻ, മനുഷ്യൻ്റെ ഇഹത്തിലെയും പരത്തിലെയും കാര്യങ്ങളിൽ, വിഷയങ്ങളിൽ അവനെ വ്യസനിപ്പിക്കുന്ന, വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്നത് എന്തെല്ലാമുണ്ടോ അതെല്ലാം സൂ ആണ്. മാനസികമായ അവസ്ഥകൾ മനുഷ്യന് വിഷമം തീർക്കുന്നവയുണ്ട്. അതേപോലെ ശാരീരികമായ അവസ്ഥകൾ മനുഷ്യന് വിഷമം തീർക്കുന്നവയുണ്ട്. മനുഷ്യൻ്റെ മാനസികവും ശാരീരികവും അല്ലാതെ ബാഹ്യമായുള്ള പല വിഷയങ്ങളും, സ്വത്തിൽ, സന്തതികളിൽ, സഹചാരികളിൽ, സഹധർമ്മിണികളിൽ ഒക്കെ മനുഷ്യന് അരോചകമായ, അവനെ അലോസരപ്പെടുത്തുന്ന, വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന പല വിഷയങ്ങളുണ്ട്. ഇതൊക്കെ സൂ എന്നാണ് വിശേഷിപ്പിക്കപ്പെടുക, വിധിക്കപ്പെടുക. അതിൽ നിന്നുള്ള ക്രിയ സ അ, ഇസ്ത അ, വ്യസനിച്ചു, വേദനിച്ചു, വിഷമിച്ചു എന്നൊക്കെ അർത്ഥത്തിൽ. അബൂബക്കർ നുഫൈ ഇബ്നുൽ ഹാരിസ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തുർമുദിയും മറ്റും നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ, ഒരിക്കൽ തിരുദൂതരുടെ സവിധത്തിൽ ആളുകൾ ഒത്തുകൂടി. തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മൻ റആ മിൻകും റുഅ്യ, നിങ്ങളിൽ ആരെങ്കിലും വല്ല സ്വപ്നവും കണ്ടിട്ടുണ്ടോ? അപ്പോൾ ഒരു വ്യക്തി പറഞ്ഞു, ഞാൻ കണ്ടിട്ടുണ്ട്. അയാളുടെ സ്വപ്നം വിശദീകരിച്ചു. റഅയ്തു കഅന്ന മീസാനൻ നസല മിനസ് സമാ, ഒരു തുലാസ് അത് മാനത്തിൽ നിന്ന് ഇറങ്ങുന്ന പോലെ ഞാൻ കണ്ടു. ആ തുലാസ് മാനത്തിൽ നിന്ന് ഇറക്കപ്പെട്ടപ്പോൾ ഫൗസിൻത അൻത വ അബൂബക്കർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറയുകയാണ്, താങ്കളും അബൂബക്കറും അതിൽ തൂക്കപ്പെട്ടു. ഫറജഹ്ത അൻത ബി അബീബക്കർ, അപ്പോൾ അബൂബക്കറിനേക്കാൾ താങ്കൾ തുലാസിൽ ഭാരം തൂങ്ങി, കനം തൂങ്ങി. വഉസിന അബൂബക്കർ വ ഉമറു റളിയല്ലാഹു അൻഹുമാ ഫറജഹ അബൂബക്കർ, പിന്നീട് അബൂബക്കറും ഉമറും ആ തുലാസിൽ തൂക്കപ്പെട്ടു. അപ്പോൾ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിൻ്റെ തട്ട് തുലാസിൽ അത് കനം കൂടുതൽ തൂങ്ങി. വഉസിന ഉമറു വ ഉസ്മാനു, ഉമറും ഉസ്മാനും റളിയല്ലാഹു അൻഹുമാ തൂക്കപ്പെട്ടു. ഫറജഹ ഉമറു, അതോടുകൂടി ഉമർ റളിയല്ലാഹു അൻഹുവിൻ്റെ ത്രാസ്, തട്ട്, അത് കനം കൂടി തൂങ്ങി. സുമ്മ റുഫി അൽ മീസാൻ, അതിൽ പിന്നെ ആ ത്രാസ് അല്ലെങ്കിൽ തുലാസ് അത് ഉയർത്തപ്പെട്ടു. ഇതായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വപ്നം, അദ്ദേഹം പറഞ്ഞത്. ഹദീസിൽ കാണാം ഫസ്തഅലഹ, ആ സ്വപ്നത്തിൽ അതിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിഷമിച്ചു, ദുഃഖിച്ചു എന്ന്. ചില നിവേദനങ്ങളിൽ ഫറഅയ്നൽ കറാഹിയത ഫീ വജ്ഹി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തിരുമുഖത്ത് ഞങ്ങൾ നീരസം, അനിഷ്ടം ദർശിക്കുകയുണ്ടായി എന്നാണ്. അതിനോടനുബന്ധമായി തിരുദൂതർ പറഞ്ഞു, ഖിലാഫത്തു നുബുവത്തിൻ സുമ്മ യുഅ്തില്ലാഹുൽ മുൽക മൻ യശാ, നുബുവത്തിനെ തുടർന്ന് ഖിലാഫത്തായിരിക്കും, പിന്നീട് രാജവാഴ്ചയായിരിക്കും. അള്ളാഹു താൻ ഉദ്ദേശിക്കുന്നവർക്ക് ആ രാജവാഴ്ച നൽകും എന്ന് പറയുകയുണ്ടായി എന്നാണ്. ഇവിടെ ഞാനിത് പറഞ്ഞത് ഫസ്തഅലഹ, ആ സ്വപ്നത്തിൻ്റെ വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് വിഷമമുണ്ടായി, ദുഃഖമുണ്ടായി എന്നാണ്. ഈ ഫസ്തഅ സൂഇൽ നിന്ന് വിൽപ്പന്നമാണ്, സഅ സൂഇൽ നിന്ന് വിൽപ്പന്നമാണ്. ഒരു കവി പറഞ്ഞു, ഇയകു ഹാദദ്ദഹ്റു ഖദ് സഅനി ഫതാലമാ ഖദ് സറനി അദ്ദഹ്റു അൽ അംറു ഇൻദി ഫീഹിമാ വാഹിദു ലിദാക ശുക്റുൻ വലിദാക സബ്റു. ഇയകു ഹാദദ്ദഹ്ർ, ഈ കാലം, ഖദ് സഅനി, എന്നെ വ്യസനിപ്പിച്ചിട്ടുണ്ട്, വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ, ഫതാലമാ ഖദ് സറനി അദ്ദഹ്റു, കാലം എത്ര കാലമായി എനിക്ക് സന്തോഷം പകരുന്നു. അൽ അംറു ഇൻദി ഫീഹിമാ വാഹിദു, കാലം സന്തോഷിപ്പിച്ചാലും കാലം സങ്കടക്കയത്തിൽ അകപ്പെടുത്തിയാലും എന്നെ സംബന്ധിച്ചിടത്തോളം കാര്യം ഒരുപോലെയാണ്, ഒന്നാണ്. ലിദാക ശുക്റുൻ, കാലം സന്തോഷിപ്പിക്കുമ്പോൾ അതിൽ നന്ദി പ്രകാശിപ്പിക്കുക. വലിദാക സബ്റുൻ, കാലം സങ്കടപ്പെടുത്തുമ്പോൾ അതിൽ ക്ഷമ അവലംബിക്കുക. ഇവിടെ ഞാൻ ഇത് കൊണ്ടുവന്നത് സഅനി, എന്നെ കാലം വ്യസനിപ്പിച്ചു, വേദനിപ്പിച്ചു, സങ്കടപ്പെടുത്തി എന്ന കവിയുടെ പ്രയോഗമാണ്. സൂഇൽ നിന്ന് ഉൽപ്പന്നമാണ് ഈ സഅയും ഹദീസിൽ കേട്ട ഇസ്താഅയുമൊക്കെ. വ്യസനിപ്പിക്കുന്നതെന്തോ, വേദനിപ്പിക്കുന്നതെന്തോ, സങ്കടപ്പെടുത്തുന്നതെന്തോ, അതാണ് സൂ. അതിനാൽ തന്നെ നമ്മൾ പ്രമാണ വചനങ്ങൾ നോക്കിയാലും സാഹിത്യ
രചനകൾ നിരീക്ഷിച്ചാലും ഭാഷാ നിഘണ്ടുക്കളും രചനകളുമൊക്കെ നോക്കിയാലും സു എന്നത് പല വിഷയത്തിൽ പ്രയോഗിക്കപ്പെട്ടിട്ടുണ്ട്. എല്ലാം മനസ്സിനെ വേദനിപ്പിക്കുന്ന, പ്രയാസപ്പെടുത്തുന്ന, സങ്കടപ്പെടുത്തുന്ന വിഷയങ്ങളാണ്. അതിൻ്റെയൊക്കെ നതീജ, റിസൾട്ട് വേദനിക്കുക, സങ്കടപ്പെടുത്തുക എന്നുള്ളതാണ്.